നമുക്ക് നെയ്യതൊക്കെ അല്ലേ വിരുന്നുകാരുടെ മുന്നിൽ സ്റ്റാറാകാൻ പറ്റിയ നല്ല ഡ്രിങ്ക് ഉണ്ടാക്കുക. അതിന് വേണ്ടി കുറച്ച് നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് അധിക സമയം തന്നെ വഴറ്റിയെടുക്കണം, എന്നാലും അതിൻ്റെ പച്ചച്ചുവ മാറി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ്. തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ടാണ് പശുവും പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കട്ട പിടിക്കും. പിന്നെ ഒരു 5 to 10 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം, അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല, ഒരു മീഡിയം നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള കട്ടിയുള്ളൂ. ഇതാണ് നമ്മൾ കസ്റ്റാർഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ തിളപ്പിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഞാൻ അനാറ്, ആപ്പിള്, മാങ്ങ, പിന്നെ ചിയാ സീഡ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മെയിനായിട്ട് ഇതൊക്കെ ചേർക്കാനുള്ളത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര, മിൽക്ക് മേഡോ ഒക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നാൽ ഓക്കെ, ബൈ.